എന്നോട് ഒരുപാട് പേരായി ഇവിടെ മൗറീഷ്യസിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ, അതുപോലെ വന്നു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും, നമുക്ക് ചിലവ് എന്ത് വരും, പിന്നെ അതിന് വിസ എങ്ങനെയാണ് കിട്ടുക, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ മൗറീഷ്യസിനെ പറയാം. മൗറീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയൊരു രാജ്യമാണ്. അതായത് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു തൃശ്ശൂർ ജില്ലേൻ്റെ അത്രയും വരില്ല. അതേമാതിരി പോപ്പുലേഷനും വളരെ കുറഞ്ഞതാണ്. ഒരു 12 ലക്ഷത്തി സംതിങ് ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അതിന് മാത്രം ഇവിടെ ജോലി വേക്കൻസികളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ജോലികളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഹോട്ടലുകളിലും മറ്റുമായിട്ട്. പിന്നെ വല്ല ഗാർമെൻറ്റ്സ് ഉണ്ട് ഇവിടെ, ഫാക്ടറികളുണ്ട്. ഷുഗർ ഫാക്ടറികളാണുള്ളത്. പിന്നെ മറ്റുള്ള മത്സ്യബന്ധന ഇതിലും നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, വരുന്നവരെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ മറ്റേ ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വരാം നമുക്ക്. പക്ഷെ നമ്മൾ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ അവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏജൻറ്റ് മുഖേന നമുക്ക് വർക്ക് പെർമിറ്റ് എടുത്തിട്ടാൽ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ സാലറി കൊടുക്കുന്നത്, അതായത് ഇവിടെ ഗാർമെൻറ്റ്സ് ഫാക്ടറി ആയാലും അതുപോലെ ഹോട്ടലിലൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു 18,000 മുതലാണ് ഇവിടെ സാലറി കൊടുക്കുന്നത്. അതായത് 18,000 രൂപ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 രൂപയ്ക്ക് ഇവിടെ 1 രൂപ 70 പൈസ നമുക്ക് ഇന്ത്യൻ മണി കിട്ടുന്നുണ്ട്. അപ്പോൾ 18,000 രൂപയുടെ സാലറി കിട്ടുമ്പോൾ ഏകദേശം ഒരു 30,600 രൂപ സാലറി കിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ബേസിക്കായിട്ടൊരു 20,000 രൂപ എല്ലാവർക്കും സാലറി കിട്ടാറുണ്ട്. അപ്പോൾ 20,000 രൂപ ആകുമ്പോൾ നമുക്ക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 34,000 രൂപ നമുക്ക് സാലറി കിട്ടും ഇന്ത്യൻ മണി. അതിലൊരു 5,000 രൂപ നമുക്കിവിടെ ചിലവാകും. അതായത് നമുക്കിവിടെ മൊബൈലിന് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഇവിടെ 350 രൂപയാണ് ഒരു മാസത്തിന് നമുക്ക് ചിലവ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കണമെന്ന് ഒരു 10,000 രൂപ നമുക്ക് ചിലവാകും. മറ്റുള്ള അക്കോമഡേഷനും ഫുഡൊക്കെ കമ്പനി ആയിരിക്കും മിക്കതും. അപ്പോൾ മറ്റുള്ള പുറത്തെ ചിലവിനാണ് ഞാൻ പറഞ്ഞത് ഒരു 5,000 രൂപ ചിലവാകുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാമെന്നില്ല, അങ്ങനത്തെ സ്ഥലം അടിപൊളി സ്ഥലമാണ്. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന്, നല്ല ക്ലൈമറ്റും നല്ല കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.